സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഹമാസ് തീവ്രവാദികൾ 3 ഇസ്രായേൽ ഹോസ്റ്റേജസിനെ കൂടി വിട്ടയച്ചിരിക്കുകയാണ്. പകരമായി 183 പാലസ്തീൻ തീവ്രവാദികളെയും ഇസ്രായേൽ വിട്ടയച്ചിട്ടുണ്ട് അവരുടെ ഇസ്രായേൽ ജയിലുകളിൽ നിന്ന്. 491 ദിവസം ഹമാസിൻ്റെ പിടിയിലായിരുന്ന ഹതഭാഗ്യരായ 3 മനുഷ്യർ അസ്ഥിപഞ്ജരങ്ങളായാണ് തിരിച്ചു വന്നത്. അവരാരോടും ഒരു തെറ്റും ചെയ്തവരല്ല. ഒരാൾ അയാളുടെ വീട്ടിൽ ബങ്കറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഹമാസ് തീവ്രവാദികൾ അവിടെ പ്രവേശിച്ച സമയത്ത് ബങ്കറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. വേറെ 2 പേര് അവിടെ നടന്ന ഉത്സവങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നവരാണ്. 1-3 അറിയാത്ത മനുഷ്യരെയാണ് പിടിച്ചുകൊണ്ടുപോയത്. മാത്രമല്ല അവരുടെയൊക്കെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതൊന്നും അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എത്തിയ സമയത്താണ് അവർ തിരിച്ചറിയുന്നത്. ഈ ഹതഭാഗ്യരായ മനുഷ്യർ അസ്ഥികൂടങ്ങളായിട്ടാണ് തിരിച്ചു വന്നത്. ഇവരെ കണ്ട എല്ലാവരും പറയുന്നത് പണ്ട് ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പെട്ട് വലിയ ഭാഗ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ട ആളുകൾ അവരെങ്ങനെ ഏത് രൂപത്തിലിരുന്നിരുന്നോ അതുപോലെയാണ് ഇന്ന് ഈ റിലീസ് ചെയ്യപ്പെട്ട മനുഷ്യരിരിക്കുന്നത് എന്നാണ് ഇവരെ കണ്ട കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്ന ഇസ്രായേലിലെ ആളുകൾ പറയുന്നത്. ട്രംപ് പറഞ്ഞത് ക്ഷമയുടെ നെല്ലിപ്പല കാണുന്നു, റാൻ ഔട്ട് ഓഫ് പേഷ്യൻസ്. ക്ഷമയുടെ അവസാനത്തെ കണിക പോലും എത്തിപ്പോവുകയാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വിവാദപരമായ പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഗാസ പ്രദേശത്ത് നിന്ന് പാലസ്തീനുകൾ ഒഴിഞ്ഞു പോകണമെന്നും ഗാസ ഒരു റിവേർ ഓഫ് മിഡിൽ ഈസ്റ്റ് ആക്കി മാറ്റുമെന്നും ഒക്കെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിരുന്നു. അതിനോട് ചേർത്ത് വേണം ഇതിനെ വായിക്കാൻ. റാൻ ഔട്ട് ഓഫ് പേഷ്യൻസ്. വെടിനിർത്തലിൻ്റെ 1ാമത്തെ സ്റ്റേജ് മാത്രമാണ്. ട്രംപ് ഇമ്പോസ് ചെയ്ത വെടിനിർത്തലാണ് ഇവിടെ ഇപ്പം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ പേഷ്യൻസ് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ക്ഷമ നഷ്ടപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് വളരെ പ്രമാദമായ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഇസ്രായേലിൽ നെതന്യാഹുവും സമാനമായ രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹവും ഔട്ട്റൈജ്ഡ് ബൈ സീയിങ് ദ ഹോസ്റ്റേജസ് എന്നാണ് പറഞ്ഞത്. അങ്ങേയറ്റം ക്ഷുഭിതനായി എന്നാണ് ഇവരുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട്. ഇതുവരെ റിലീസ് ചെയ്യപ്പെട്ട ഹോസ്റ്റേജസിന് ആരും, ഇവരൊക്കെ സ്ത്രീകളായിരുന്നു, ഇത്തരത്തിൽ ഒരു രൂപത്തിലല്ല അവരൊക്കെ റിലീസ് ചെയ്യപ്പെട്ടത്. അവരൊക്കെ മനുഷ്യക്കോലത്തിലാണ് രക്ഷപ്പെട്ടത്. അത് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ മനുഷ്യക്കോലത്തിൽ അവർ കീപ്പ് ചെയ്തതായിരിക്കാം. ഇവരെ വല്ലാതെ പീഡിപ്പിച്ചതായിട്ട് ഇവർ പറയുന്നുണ്ട്. തലകീഴായി കെട്ടിത്തൂക്കിയതായും ഒരു മനുഷ്യന് പോലും നിൽക്കാൻ ഇടമില്ലാത്ത സ്ഥലങ്ങളിൽ പാർപ്പിച്ചിരുന്നതായും കാലിൽ ചങ്ങടിയിട്ടിരുന്നതായും വിശപ്പടക്കാനുള്ള ഭക്ഷണം കൊടുക്കാതിരുന്നതായും വസ്തുക്കൾ വെച്ച് പൊള്ളിച്ചിരുന്നതായും ഒക്കെ ഇവർ വിശദീകരിക്കുന്നുണ്ട്. ഇവരൊരു കുറ്റവും ചെയ്തവരല്ല. വീട്ടിൽ കിടന്നുറങ്ങിയാൽ പിടിച്ചുകൊണ്ട് പോയിട്ടാണ് ഇത്തരം പീഡനങ്ങൾ ഏൽപ്പിച്ചത്. വായിക്കാതെ തുണി കുത്തിക്കയറ്റി വയ്ക്കുക, ദിവസങ്ങളോളം തുണി ഇൻസർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു തരത്തിലും ഒരു അല്ലെങ്കിൽ ഈ പലസ്തീൻകാർക്കെതിരെ എന്തെങ്കിലും കുറ്റം ചെയ്തതിന് ഒരു പിടിക്കപ്പെട്ട ആളുകളല്ല, വഴിയെ പോയ ആളുകളെ പിടിച്ചുകൊണ്ട് പോയിട്ടാണ്. ഇതുപോലെ 183 പാലസ്തീനികളെ റിലീസ് ചെയ്യുമ്പോഴും അതിനകത്തും ചില പാലസ്തീനികൾ പറയുന്നുണ്ട് അവരെ ജയിലിൽ ഉപദ്രവിച്ചു എന്ന് പറയുന്നുണ്ട്. അവരൊക്കെ കൊലക്കുറ്റങ്ങളിൽ പെട്ടവരോ മറ്റുള്ളവരോ വധിച്ചതിൻ്റെ പേരിലോ ജയിലിലായവരാണ്. അവരെ കുറച്ച് ആളുകളല്ല അവർ കുറ്റവാളികളെന്ന നിലയിൽ അവരെ ചോദ്യം ചെയ്യുകയും അത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതും ഇതും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. 1. 2, ഇസ്രായേൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കോടതി വേണമെങ്കിലും കേസ് കൊടുക്കാം, എവിടെ വേണമെങ്കിലും കേസ് കൊടുക്കാം. ജയിലിലുള്ള അല്ലെങ്കിൽ തടവിലാക്കപ്പെട്ട ആളുകളുടെ എന്തെങ്കിലും തരത്തിലുള്ള റൈറ്റ്സ് ഞങ്ങൾ വയലേറ്റ് ചെയ്ത് നിങ്ങൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് പ്രൂവ് ചെയ്യും, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്നവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതിനിടയിലൂടെ ഈ കഴിഞ്ഞ തവണ 12 ദിവസം മുമ്പ് റിലീസ് ചെയ്ത ഒരു ബ്രിട്ടീഷ് ഇസ്രായേലി പൗരത്വമുള്ള ഒരു ഹോസ്റ്റേജ് ഉണ്ടായിരുന്നു, എമിലി എന്ന് പറയുന്ന 28 വയസ്സുള്ള ഒരു സ്ത്രീ. അവർ പറഞ്ഞത് അവരെ ക്യാപ്റ്റീവായി സൂക്ഷിച്ചിരുന്നത് UN അവിടുത്തെ വിങ്ങായിട്ടുള്ള UNRWA, ആ UN അവിടുത്തെ ഏജൻസി, പാലസ്തീന പ്രദേശത്ത് വർക്ക് ചെയ്യുന്ന ഏജൻസിയുടെ കയ്യിലുള്ള ഒരു സ്കൂളിലാണ് ഈ ആളെ സൂക്ഷിച്ചിരുന്നതെന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്കൂളും ഹോസ്പിറ്റലും ഹമാസ് ഭീകരന്മാർ അവരുടെ താവളമാക്കി ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ 1ാമത്തെ തെളിവാണിത്. ഇപ്പോൾ ഇവിടെ സ്കൂളിലും ഹോസ്പിറ്റലിലും കൊണ്ടുപോയിട്ട് ഇസ്രായേൽക്കാർ ബോംബിടുന്നു എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പരാതി, UN-ൻ്റെയും പരാതി. ഇപ്പോൾ പറയുന്നു ഈ UNRWA-യുടെ കൺട്രോളിലുള്ള ഒരു ആ സ്കൂളിലാണ് ഈ ഹോസ്റ്റേജിനെ താമസിപ്പിക്കുന്നത്. നിശ്ചയമായും ഇത് ഹമാസുകാരുടെ താവളമായിരുന്നു. ഈ UNRWA എന്ന് പറയുന്നതിന് ഹമാസ് ആണെന്ന് പലപ്പോഴും ആരോപണം ഉയർന്നിട്ടുണ്ട്. അതുകൂടാതെ ഹമാസുകൾക്ക് താവളമൊരുക്കുന്നത് ഈ പറയുന്ന UNRWA-യുടെ കീഴിലുള്ള ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലുമാണെന്നുള്ളതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ് ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ള കാര്യം. ഇവരെ ഗാസയിലുള്ള അങ്ങനത്തെ ഒരു സ്കൂളിലാണ് താമസിപ്പിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അതിനിടയിലൂടെ വേറൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതായത് ശരിക്കും നെതന്യാഹു അമേരിക്കയിലെ ട്രംപുമായി സംസാരിക്കാൻ പോയ അദ്ദേഹത്തിന് ടാർഗറ്റുകളിൽ ഒരെണ്ണം സൗദി അറേബ്യനെ അബ്രഹാം അക്കോർഡ്സിലേക്ക് കടത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അബ്രഹാം അക്കോർഡ് എന്നുള്ളത് കഴിഞ്ഞ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സമയത്ത് അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുണ്ടാക്കിയ ഒരു പാക്റ്റാണ്. ആ പാക്റ്റിൽ അന്ന് ചേർന്നിട്ടുള്ളത് ഈജിപ്തും ബഹ്റൈനും മൊറോക്കോയും സുഡാനുമാണ്.
ഈ 4 രാജ്യങ്ങൾ അബ്രഹാം അക്കോർഡിൻ്റെ ഭാഗമായി ഇസ്രായേലിനോട് ചേരുകയും അവരെല്ലാവരും ഇസ്രായേലിനെ അംഗീകരിക്കുകയും ഒരു രാജ്യമെന്ന നിലയിൽ അംഗീകരിക്കുകയും പരസ്പരം ഡിപ്ലോമാറ്റിക് റിലേഷൻസിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ഈ ഒരു അബ്രഹാം അക്കോർഡിലേക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഉണ്ട്, ഇതിനകത്ത് UAE ഉണ്ട്. 5 രാജ്യങ്ങളാണ്. UAE ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് പിന്നെ സൗദി അറേബ്യയെ കൂടി പ്രവേശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ അമേരിക്കൻ സന്ദർശനത്തിൽ നെതന്യാഹു ട്രംപ് മീറ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗോൾ ആയിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ ഈ ട്രംപ് അദ്ദേഹത്തിൻ്റെ താല്പര്യം, അതായത് പാലസ്തീനികൾ ഗാസ പ്രദേശത്ത് ഒഴിഞ്ഞു പോകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം പറഞ്ഞപ്പോൾ സൗദി അറേബ്യ പ്രതികരിച്ചത്, സൗദി അറേബ്യ അബ്രഹാം അക്കോർഡ്സിൻ്റെ ഭാഗമായി വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പാലസ്തീൻ രാജ്യം പ്രഖ്യാപിക്കണം. പാലസ്തീൻ രാജ്യം ഗാസയും വെസ്റ്റ് ബാങ്കും ചേർന്ന് പാലസ്തീൻ രാജ്യം പ്രഖ്യാപിച്ചാൽ മാത്രമേ അബ്രഹാം അക്കോർഡ്സിലേക്ക് സൗദി അറേബ്യ പ്രവേശിക്കുകയുള്ളൂ എന്ന പ്രസ്താവന സൗദി അറേബ്യ നടത്തിയിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഒരു പ്രസ് മീറ്റിങ്ങിൽ നെതന്യാഹു പുഞ്ചിരിയോടെ പറഞ്ഞു, ഒരു തമാശ എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ അബ്രഹാം അക്കോർഡ്സ് അങ്ങനെ ഒരു പാലസ്തീന വേണമെന്ന് സൗദി അറേബ്യയ്ക്ക് അത്ര വലിയ നിർബന്ധമുണ്ടെങ്കിൽ, സൗദി അറേബ്യ ഒരുപാട് സ്ഥലമുള്ള രാജ്യമല്ലേ, വലിയ രാജ്യമല്ലേ, ഞങ്ങളുടെ ഒരു കുഞ്ഞു രാജ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു പാലസ്തീന എന്ന് ഉണ്ടാക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് സൗദി അറേബ്യയുടെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് ഒരു പാലസ്തീന ഉണ്ടാക്കിയിട്ട് ഇവർ അവിടെ കൊണ്ട് പാർപ്പിച്ചോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് സൗദി അറേബ്യയ്ക്ക് വലിയ ഒഫൻസീവായി. അപ്പോൾ അവർ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എങ്കിൽ ഇപ്പോൾ ഒരു വീണ്ടും പലസ്തീന എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് പറയുന്നൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നാമത്തെ കാര്യം നെതന്യാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ അബ്രഹാം അക്കോർഡിൽ വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇസ്ലാമിക് ലിറ്ററേച്ചർ അനുസരിച്ച് തന്നെ മുഹമ്മദ് നബിയുടെ കാലത്ത് BC 627 മെദീനയുടെ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ പ്രദേശത്തു നിന്നും ഖുറൈസ, ക്വനക്ക, നാദിർ എന്ന് പറയുന്ന 3 ജൂയിഷ് ഗോത്രങ്ങളെ മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ കൊല ചെയ്യുകയും ഇവിടുത്തെ പുരുഷന്മാരെ മുഴുവൻ കൊന്നുകളയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മുഴുവൻ പിടിച്ചുകൊണ്ട് പോവുകയും ആ പ്രദേശം പൂർണ്ണമായിട്ടും മുസ്ലിങ്ങൾ കൈയടക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ആ പ്രദേശത്തു നിന്നും ജ്യൂസ് ഇവാക്യുവേറ്റ് ചെയ്യപ്പെടുക മീൻസ് കൊന്നുകളയാണ് ചെയ്തിട്ടുള്ളത്. ഇവാക്യുവേറ്റ് ചെയ്യപ്പെടുകയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഹദീസുകളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഹദീസുകൾ എന്ന് പറയുന്നത് ഖുറാൻ കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾ വളരെ പാവനമായ ഗ്രന്ഥങ്ങളായിട്ട് അവരുടെ മതഗ്രന്ഥങ്ങളായിട്ട് തന്നെ പരിഗണിക്കുന്നതാണ്. അതിൽ നിന്നാണ് ഇസ്ലാമിക് ലോ ഒക്കെ ഫോം ചെയ്യുന്ന ആ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. അപ്പോൾ അത് അത്രയും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങളിലാണ് ഇത്തരം ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അതായത് ജ്യൂസിനെ പൂർണ്ണമായിട്ടും ഒരു ഏരിയയിൽ നിന്ന് ഇല്ലാതാക്കി കളഞ്ഞ ആ ഏരിയ പിടിച്ചെടുക്കുക. നമുക്കറിയാവുന്നതുപോലെ സൗദി അറേബ്യയിലൊക്കെ അങ്ങനെ നമ്മൾ ഇന്ത്യയിലൊക്കെ താമസിക്കുന്ന എവിടെയും പോയിട്ട് താമസിക്കാൻ പറ്റില്ല. മരുപ്പച്ചകളുടെ ചുറ്റുമാണ് താമസം. അപ്പോൾ ഇതൊരു വലിയ മരുപ്പച്ചകളുടെ ചുറ്റും താമസിച്ചിരുന്ന ഗോത്രങ്ങളെയാണ് പരിപൂർണമായി നിർമ്മാർജ്ജനം ചെയ്ത് ആ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നത്. അവരുടെ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും കൈയടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ പ്രദേശങ്ങൾ കൈയടക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് നബിയുടെ 2 ഭാര്യമാരെ സഫിയ, റേഹാന എന്നുള്ള ഭാര്യമാരൊക്കെ ഈ പറയുന്ന ജൂയിഷ് ഗോത്രങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെടുന്നവരാണ്. അതിൽ കൂടാതെ തന്നെ നബിക്ക് മറ്റേ വിഷം ചേർത്ത ആട്ടിറച്ചി കൊടുത്തിട്ടുള്ള ഒരു ജോലിക്കാരിയുണ്ട്, സൈനബ് എന്ന് പറയുന്ന ഒരു ജോലിക്കാരി. അതും ഒരു ജൂയിഷ് ആയിട്ടുള്ള ആളാണ്. അവർ പിന്നെ വിഷം കൊടുത്ത ആട്ടിറച്ചി നൽകിയതിൻ്റെ പേരിലാണ് പിന്നീട് അതിൽ നിന്ന് ഏറ്റ വിഷബാധയിൽ നിന്നാണ് 3-4 വർഷം കഴിഞ്ഞ് നബി പിന്നീട് മരണപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ പിന്നെ ഹദീസുകളിൽ ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ മുസ്ലിം മത തീവ്രവാദികൾ ജ്യൂസിനെ വിശേഷിപ്പിക്കുന്നത് കില്ലേഴ്സ് ഓഫ് പ്രോഫറ്റ് എന്നാണ്. അതായത് പ്രവാചകൻ്റെ കൊലപാതകികളെന്നാണ് അവർ ജ്യൂസിനെ വിളിക്കുന്നത്. ആ ഒരു വൈരാഗ്യം ജ്യൂസിനോടുണ്ട്. ആ വൈരാഗ്യം വെച്ചുകൊണ്ടാണ് ഇവർ ജ്യൂസിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടക്കുന്നത്. മതപരമായ ഒരു വൈരാഗ്യം അത് വെച്ചുകൊണ്ടാണ് ഈ ജ്യൂസിനെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണം എന്നിവർ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഡെയിലി പ്രയറിൽ, മുസ്ലിങ്ങളുടെ ഡെയിലി പ്രയറിനകത്ത് ഒരു പ്രാർത്ഥനയുണ്ട്. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, അവരുടെ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നതിൽ ദൈവത്തിൻ്റെ വിരോധം സമ്പാദിച്ചു വെച്ചിട്ടുള്ള ആളുകളെ കൊല്ലണമേ എന്നാണ്. അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് ഈ കാര്യം, ദൈവത്തിൻ്റെ വിരോധം സമ്പാദിച്ചു വെച്ചിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ജ്യൂസാണ്. അപ്പോൾ ഇവരുടെ ഡെയിലി പ്രാർത്ഥനയിൽ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന 5 നേരം അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ജ്യൂസിനെ മുഴുവൻ കൊന്നുകളയണമേ എന്നുള്ള, അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യണമേ എന്നുള്ളൊരു പ്രാർത്ഥന അതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ പിന്നെ ഹമാസിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് 1982 അവരുടെ ഒരു എഡിക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും നമുക്ക് നെറ്റിൽ വായിച്ചു നോക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന വേറൊരു സംഗതി പറയുന്നത്, അവസാനത്തെ ജൂനെ വരെ കൊന്നു തീർക്കുന്നത് വരെ ലോകാവസാനം ഉണ്ടാവുകയില്ല. അപ്പം ജ്യൂസ് ഒളിച്ചിരിക്കുന്ന കല്ലുകൾ, ഒരു കല്ലിൻ്റെ പുറകിൽ ഒരു ജ്യൂ ഒളിച്ചിരിക്കുകയാണെങ്കിൽ ഈ കല്ല് വിളിച്ചു പറയുക അത്രേ, ഇവിടെ ഒരു ജ്യൂ ഒളിച്ചിരിപ്പുണ്ട്, അവനെ കൂടെ കൊല്ല്. അപ്പം അങ്ങനെ അവസാനത്തെ ജ്യൂവിനെ വരെ
കൊന്നു തീർക്കുക എന്നുള്ളത് ഇസ്ലാമിസ്റ്റുകളുടെ ജോലിയാണ് എന്നവർ വിശ്വസിക്കുന്നു. ആ ഒരു 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 താല്പര്യത്തോടെയാണ് ഈ ഹമാസ് എന്ന് പറയുന്ന സാധനം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് 1982 എഡിക്റ്റിൽ പറയുന്നു. ഇത് മുഹമ്മദ് നബി പറയുന്നതായിട്ടാണ് ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓ മുസ്ലിം, ദർ ഈസ് എ ജൂ ഹൈഡിങ് ബിഹൈൻഡ് മീ, സോ കിൽ ഹിം എന്ന കല്ല് വിളിച്ചു പറയും എന്നാണ് പറയുന്നത്. അപ്പം അത്തരത്തിലൊരു വൈരാഗ്യമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് തീർത്തും ഉന്മൂലനം ചെയ്യണം. അപ്പോൾ പരസ്പരം ഇല്ലാതാക്കാനുള്ള ഒരു 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 തൃഷ്ണയോടെ മൂവ് ചെയ്യുന്ന രണ്ട് സമൂഹങ്ങളാണെന്ന് ഓർക്കണം ഇത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ജ്യൂസ് പറയുന്നത് ഈ ഗാസ പ്രദേശത്ത് നിങ്ങൾ ഒഴിഞ്ഞു പോയിക്കോ. അപ്പം അതിനോട് ഇല്ല എന്ന് പിന്നെ സൗദി അറേബ്യ പറയുന്ന സമയത്ത് സൗദി അറേബ്യയുടെ ഇവർ പറയുന്ന മറുപടി അത്ര താല്പര്യമാണ്, നിങ്ങൾ പണ്ട് ഞങ്ങളെ ഓടിച്ചു വിട്ട സ്ഥലം ഉണ്ടല്ലോ, ആ മദീന അടുത്തുള്ള സ്ഥലം, അവിടെ ഒരു പാലസ്തീൻ രാജ്യം അങ്ങ് രൂപീകരിച്ചിട്ട് ഇവരെ അവിടെ കൊണ്ട് പാർപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവത്തിൽ നെതന്യാഹു ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിനിടയിലൂടെ ശരിക്കും ഇതിനകത്ത് ഈ സൗദി അറേബ്യയെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണ്? ഈ പറയുന്ന പാലസ്തീനികളെ കൊണ്ടുപോയിട്ട് ഈജിപ്തിലും ജോർദാനിലും താമസിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് രാജ്യങ്ങളും അൺസ്റ്റേബിൾ ആവും. ഇവരുടെ കയ്യിലിരിപ്പം എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവരെ കൊണ്ടുപോയിട്ട് ഈജിപ്തിൽ താമസിപ്പിച്ചാൽ ഈജിപ്ത് അൺസ്റ്റേബിൾ ആവും, ജോർദാനെ കൊണ്ട് താമസിച്ചാൽ ജോർദാൻ അൺസ്റ്റേബിൾ ആവും. ഈ ജോർദാൻ എന്ന് പറയുന്നത് സൗദി അറേബ്യയുമായിട്ട് ഡയറക്റ്റ് ബൗണ്ടറി ഉള്ള രാജ്യമാണ്. ആ രാജ്യം അൺസ്റ്റേബിൾ ആവുന്നത് ഒരിക്കലും സൗദി അറേബ്യയെ സംബന്ധിച്ച് ഹിതകരമായൊരു കാര്യമല്ല. രണ്ട്, ഈ ഈജിപ്ത് എന്ന് പറയുന്നത് റെഡ് സീയുടെ മാത്രം ഒരു ഗ്യാപ്പ് പിന്നെ സൗദി അറേബ്യയും ഈജിപ്തും തമ്മിലുള്ളൂ. അപ്പോൾ ഈജിപ്ത് അൺസ്റ്റേബിൾ ആവുന്നതും സൗദി അറേബ്യയെ സംബന്ധിച്ച് അങ്ങേയറ്റം ത്രട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെ ഇൻസ്റ്റബിലിറ്റി തങ്ങളെ ബാധിക്കുമോ എന്നുള്ളതാണ് വാസ്തവത്തിൽ സൗദി അറേബ്യയുടെ പ്രശ്നം, അല്ലാതെ പാലസ്തീനികളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് പുതിയ ഐഡിയകളും കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇവരെ അവിടേക്കല്ലാതെ നമുക്ക് ഒഴിപ്പിക്കാം. സൊമാലിയയുടെ അവിടെ പ്രദേശങ്ങളിൽ ഒരുപാട് മനുഷ്യവാസം ഇല്ലാത്ത ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് താമസിപ്പിക്കാനുള്ളൊരു ഒരു പാക്റ്റ് പറയുന്നുണ്ട്. കൂടാതെ മൊറോക്കോയുടെ പ്രദേശങ്ങളിൽ കുറേയധികം ഒഴിവുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ വേണേൽ കൊണ്ട് താമസിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഇവരുടെ മുമ്പിൽ വെച്ചു കൊടുക്കുകയാണ്. അതിനിടയിലൂടെ ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാട്സ് എന്ന് പറയുന്നതാണ്, അദ്ദേഹം പറയുന്നുണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറുള്ള പാലസ്തീനികൾക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് ഏകദേശം 10 മുതൽ 20% വരെ ആളുകൾ ഈ ദുരിതത്തിൽ താമസിക്കേണ്ട, നമുക്ക് ഒഴിഞ്ഞു പോയേക്കാം എന്ന് പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരം ആളുകളെ ഇത്തരം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഒഴിപ്പിച്ച് മാറ്റുകയും അവരവിടെ എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത് കേട്ട മറ്റുള്ള ആളുകൾ കൂടി അങ്ങോട്ട് പോവുകയും ചെയ്യുമെന്നാണ് ട്രംപും നെതന്യാഹു ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗാസ പ്രദേശം ഇവർ പറയുന്നത് ഇതിനെ ഒഴിപ്പിച്ചെടുത്താൽ ഈ മധ്യപൂർവ്വ ദേശത്ത് എല്ലാവർക്കും സമാധാനം വരും. കൂടാതെ ട്രംപ് ആദ്യമേ പറഞ്ഞുകൊണ്ട് ഇവർ ഒരിടത്ത് ഒന്നിച്ച് താമസിപ്പിക്കാൻ പറ്റില്ല, ചിതറി താമസിപ്പിക്കണം. കാരണം ഒന്നിച്ച് താമസിപ്പിച്ച് കഴിഞ്ഞാൽ ഹമാസ് എന്ന സാധനം അവിടെ രൂപപ്പെട്ട് അവിടെയുള്ളവർക്ക് അത് ക്യാൻസറായി മാറും. അപ്പം ഏത് രാജ്യത്ത് പോയി പറഞ്ഞാലും അത് ക്യാൻസറായിട്ട് മാറും. അത് ക്യാൻസറായി മാറാതിരിക്കാൻ വേണ്ടി ഇവരെ ചെതറിച്ച് താമസിപ്പിക്കുക. അപ്പോൾ ഹമാസ് എന്ന് പറഞ്ഞ ഈ പറയുന്ന ഈ ഇത്തിൽക്കണ്ണികൾക്ക്, ഇവരുടെ ചോര കുടിച്ചു കൊണ്ടിരുന്ന ഈ ഭീകരവാദികൾക്ക് ഇതിനുള്ള സാഹചര്യം, അല്ലെങ്കിൽ ആ ചോര കുടിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ പോവുകയും അത് സ്വയം നശിച്ചു പോവുകയും ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇത്തരം എന്താണ് സംഭവിക്കുക എന്ന് ഈ ദിവസങ്ങളിൽ കാണാനേ പറ്റുള്ളൂ. ഹമാസ് നിരന്തരമായിട്ട് പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഞങ്ങളൊന്നും ഇവിടുന്ന് പോകുകയില്ല, ട്രംപിനോട് റിയൽ എസ്റ്റേറ്റുകാരനെ പോലെ സംസാരിക്കരുത് എന്നൊക്കെ ഹമാസ് പറയുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റുകാരനാണ് ട്രംപിന് ആ ഭാഷയിൽ സംസാരിക്കാൻ അറിയൂ. ഹമാസിന് തീവ്രവാദം സംസാരിക്കാൻ അറിയാം, ട്രംപിന് റിയൽ എസ്റ്റേറ്റ് ഭാഷ സംസാരിക്കാൻ അറിയാം. ആരുടെ സംസാരമാണ് ആത്യന്തികമായിട്ട് നിലനിൽക്കുക എന്ന് നമുക്ക് നോക്കാം.